വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ തൊഴിൽ പൂരത്തിനൊരുങ്ങി തൃശൂർ. 10,000-ലധികം ആളുകൾക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യവുമായാണ് മെഗാ ജോബ് ഫെസ്റ്റ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. 5 ലക്ഷത്തോളം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് തൊഴിലിനോട് ബന്ധപ്പെടുത്തി നൈപുണി പരിശീലനം. രജിസ്റ്റർ ചെയ്ത 10 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ മേളകളിലൂടെ തൊഴിൽ എന്നിവയാണ് കേരളം നോളജ് ഇക്കോണമി മിഷന്റെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനായി സന്നദ്ധ പ്രവർത്തകരും പ്രൊഫഷണൽ മെന്റർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വലിയ ഒരു സംഘമാണ് പദ്ധതിയുടെ ഭാഗമായി അണിചേരുന്നത്. മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കാണ് ക്യാമ്പയിൻ അഡ്വൈസർ. ഈ മാസം 26-ന് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റോടെ തൊഴിൽ പൂരത്തിന് തുടക്കമാകും. തൊഴിൽ അന്വേഷകർക്കായി 3 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ 10,000 തൊഴിൽ അന്വേഷകർ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ സ്കിൽഡ് നിർമ്മാണ ജോലികൾക്ക് വേണ്ടി പ്രത്യേക മേള മെയ് മാസം ആദ്യം നടക്കും. പ്രാദേശിക ചെറുമേളകൾക്ക് പുറമെ തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 23 വരെ തേക്കിൻകാട് മൈതാനിയിൽ മഹാതൊഴിൽ മേളയും സംഘടിപ്പിക്കും. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളിലൂടെ ഇതിനോടകം ജില്ലയിൽ നിന്ന് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു. തൊഴിൽ പൂരത്തിന്റെ വിജയത്തിനായി പദ്ധതി അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക ചാനൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. സംഘാടക ഭാരവാഹികളായ ഡോക്ടർ പി സരിൻ, വിജയഹരി, അനൂപ് കിഷോർ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, തൃശൂർ മീഡിയ വിഷൻ ഭാരവാഹികളായ ബൈജു ചിരിയങ്കണ്ടത്ത്, PM നാസർ, AG സുബ്രഹ്മണ്യൻ, മീഡിയ ടൈം MD ജിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. സംരംഭകരുടെ വിവിധ വ്യവസായ സംഘടനകൾ അവരോട് ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് അടുത്ത വർഷം ഏത് സ്കില്ലുള്ളവരെ വേണം, എത്ര പേരെ വേണം? ഇപ്പൊ കേരളത്തിലെ കേബിൾ ടെലിവിഷൻ എല്ലാവരും കൂടി 500 ഓപ്റ്റിക്കൽ ഫൈബർ എക്സ്പെർട്സിന് നമുക്ക് ആവശ്യമുണ്ടാവും അടുത്ത വർഷം. ശരി, കേരളത്തിലെ ITIകളില് അല്ലെങ്കിൽ പോളിടെക്നിക്കിലും ചിലപ്പോൾ സൂപ്പർവൈസറി ലെവലിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന 200 പേര്, 300 പേര് താഴത്ത് വർക്കറുള്ളത് എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ പോളിടെക്നിക്കിൽ ഏതെങ്കിലും പോളിടെക്നിക്കിനോട് പറയും, നിങ്ങൾ ആഡ് ഓൺ കോഴ്സായിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ എടുക്കണം. ITIക്കാരോട് പറയും, അതിന്റെ തരം എന്താ? ക്യാമ്പസ് സെലക്ഷൻ നിങ്ങൾ സംഘടനയിൽ നിലവിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തവരാണ്. അപ്പോ ഈ കുട്ടികൾക്ക് ഇന്നാളെടുത്തോളൊന്നും ഒന്നുമില്ല, പക്ഷെ ക്യാമ്പസിൽ നമ്മൾ സെലക്ട് ചെയ്യും. മീഡിയ ടൈം തൃശൂർ.